ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. SP ബക്ഷീഷ് സാറിൻ്റെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടോട്ടലി 100 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് പഠിക്കുന്നത്. അതിൽ 20 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് 80 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് നമുക്ക് പഠിക്കാം. ഓരോ ക്ലാസ്സിലായിട്ട് പഠിക്കാം കേട്ടോ. സോ ഇന്നത്തേത് 3ാമത്തെ ക്ലാസ് ആണ്. സോ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാസ് കാണുക. അതുപോലെ PDF നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് SP ബക്ഷീഷ് സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്താണ്? ബാഡ് എഗ്. ബാഡ് എഗ് മീൻസ് വർത്ത്ലെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിലയില്ലാത്തത്. മീൻസ് അതെ, വിലയില്ലാത്തത്. അതാണ് ബാഡ് എഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഹി കംസ് ഓഫ് എ നോബൽ ഫാമിലി ബട്ട് ഹി ഹിംസെൽഫ് ഈസ് എ ബാഡ് എഗ്. അതിനൊരു നോബൽ ഫാമിലി, വലിയൊരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ പ്രഭു കുടുംബത്തിൽ നിന്ന് വന്നതാണ്, പക്ഷേ ആൾക്ക് വലിയ വിലയില്ല. മീൻസ് അയാൾക്ക് എന്തില്ല, നോബൽ ഫാമിലിയിലുള്ള മെമ്പർ ആണെങ്കിൽ പോലും അയാൾക്ക് എന്തില്ല, ഒരു വിലയില്ല എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ബാഡ് എഗ്. ബാഡ് എഗ് മീൻസ് വർത്ത്ലെസ്. അടുത്ത നോക്കിക്കേ, ബിഗ് ഡ്രോ. ബിഗ് ഡ്രോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ഹ്യൂജ് അട്രാക്ഷൻ, വളരെ ആകർഷണീയമായിട്ടുള്ളത്. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ, ദ മാച്ച് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇവിടെ ഇന്ത്യ ക്യാപിറ്റൽ ആണ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈസ് ഓൾവേസ് എ ബിഗ് ഡ്രോ അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് എന്ന് പറയുന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടെ നോക്കിയിരിക്കുന്ന ഒന്നാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ബിഗ് ഡ്രോ. ബിഗ് ഡ്രോ മീൻസ് ഹ്യൂജ് അട്രാക്ഷൻ. ഓക്കെ, വളരെ ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത്, വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ബിഗ് ഡ്രോ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ബേൺ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ബേൺ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് മീൻസ് ടു സർവൈവ് വിത്ത് ഡിഫിക്കൽട്ടി. വളരെ കഷ്ടപ്പാടോടുകൂടെ ജീവിക്കത്തില്ലേ, അതായത് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, അതിനെയാണ് ടു ബേൺ കാൻഡിൽ. അത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നത്, അതിനെയാണ് ബേൺ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ഫാദർ ഹി ഈസ് ബേണിങ് കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അവൻ്റെ അച്ഛൻ്റെ മരണത്തോട് ശേഷം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതായത് സർവൈവ് ചെയ്യാൻ, ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങേയറ്റം എന്ത് ചെയ്യുന്നുണ്ട്? കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ബേൺ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് മനസ്സിലായല്ലോ, ടു സർവൈവ് വിത്ത് ഡിഫിക്കൽട്ടി. അടുത്ത നോക്കിക്കേ, ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുമ്പോൾ ഇറഗുലർലി, വല്ലപ്പോഴും, ഇടയ്ക്കിടയ്ക്ക്, വല്ലപ്പോഴും എന്നുള്ളതാണ് കേട്ടോ. വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക്, അതാണ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു സ്റ്റഡി ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് വി ക്യാൻ നെവർ ബി സക്സസ്ഫുൾ ഇൻ അവർ എക്സാംസ്. അതായത് നമ്മൾ വല്ലപ്പോഴും, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞു, വല്ലപ്പോഴും ഒന്ന്, അതായത് റെഗുലറായിട്ട് പഠിക്കാതെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് അവിടെ പഠിച്ചു പോയാൽ നമുക്ക് എക്സാമിൽ സക്സസ്ഫുൾ ആകാൻ പറ്റണമെന്ന് ഇല്ല. അതാണ് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് ഇറഗുലർലി. അടുത്തത് ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് വെച്ചാൽ ആ ഒരു ഇഡിയത്തിൽ തന്നെ ഉണ്ട് ടു സ്പീക്ക് ഇൻ ഫേവർ ആൻഡ് അഗൻസ്റ്റ് അറ്റ് ദ സെയിം. അതായത് ഒരേ സമയത്ത് നമ്മളെ പറ്റി നല്ലതും പറയുന്നു, അതേപോലെ തന്നെ ചീത്തയും പറയുന്നു. നല്ലതും പറയുന്നുണ്ട്, നമ്മളെ പറ്റി കുറ്റവും പറയുന്നുണ്ട്. അതിനെയാണ് ടു ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഡു നോട്ട് ട്രസ്റ്റ് ദോസ് ഹു ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് ഇൻ ദ ബ്രെത്ത്. അപ്പോൾ അതായത് ഡു നോട്ട് ട്രസ്റ്റ് ദോസ് ഹു ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് കേട്ടോ. അതായത് എന്താണ്, ഒരേ സമയത്ത് നമ്മളെക്കുറിച്ച് നല്ലതും പറയും, മാറിക്കഴിയുമ്പോൾ പൊല്ലാത്തതും പറയും. അതായത് നമ്മളെ പറ്റി മോശമായിട്ട് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല, വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് മനസ്സിലായല്ലോ. സ്പീക്ക് ഇൻ ഫേവർ ആൻഡ് അഗൻസ്റ്റ് അറ്റ് ദ സെയിം ടൈം. അടുത്തത് ബോൺ ഓഫ് കണ്ടൻഷൻ. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് കോസ് ഓഫ് കോറൽ. അതായത് വഴക്കിൻ്റെ കാരണം, വഴക്കിടാനുള്ള കാരണം, തല്ലുകൂടാനുള്ള കാരണം, വഴക്ക് അല്ലെങ്കിൽ എന്താണ്, പിണങ്ങാനുള്ള കാരണം. ഓക്കെ, അതാണ് ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് പറയുന്നത്. സിൻസ് ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ്, കശ്മീർ പ്രോബ്ലം ഹാസ് ബീൻ എ ബോൺ ഓഫ് കണ്ടൻഷൻ
ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അല്ലേ. നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയത് മുതൽ കശ്മീർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു എന്താണ് ഒരു ബോൺ ഓഫ് കണ്ടൻഷനായിട്ട് മാറിയിരിക്കുകയാണ് കശ്മീർ പ്രോബ്ലം എന്ന് പറയുന്നത്. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധത്തിന് വിള്ളലേൽക്കാൻ അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകാനുള്ളൊരു കാരണമായിട്ട് നിലകൊള്ളുകയാണ് എന്ത് കശ്മീർ പ്രോബ്ലം എന്നത്. സോ ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് വാട്ട് കോസ് ഓഫ് quarrel. അടുത്ത് നോക്കിക്കേ, ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് മീൻസ് റിപ്പൻറ്റ്. റിപ്പൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ശോകത്തോടുകൂടെ ഇരിക്കുക, വേദനിക്കുക എന്നുള്ളതാണ്. ശോകമായിട്ടിരിക്കുക, ശോകമായിരിക്കുക, അതാണ് റിപ്പൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിപ്പൻറ്റ് മീൻസ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, അതായത് എന്താണ് ചത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതിയിട്ട് കാര്യമില്ല എന്ന് മലയാളത്തിൽ നമ്മൾ ചൊല്ലു പറയും അല്ലേ. അപ്പോൾ സെയിം സംഭവം തന്നെയാണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. ഇപ്പോൾ സ്പിൽറ്റ് ആയി കഴിഞ്ഞാൽ പിരിഞ്ഞു പോയ മിൽക്കിനെ ഓർത്ത് കരങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലേ. അത് സെയിം തന്നെയാണ്. മീൻസ് ശോകമായിരിക്കുക, നടക്കാത്തതിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക, അതാണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയുന്നത്. കേരള സ്റ്റുഡൻസ് ഓഫൻ ഹാവ് ടു ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് ഡ്യൂറിങ് ദ എക്സാംസ് അല്ലേ. അപ്പോൾ കേരള സ്റ്റുഡൻസ് എന്ത് ചെയ്യും? എക്സാം ടൈമിൽ എന്ത് ചെയ്യും? അയ്യോ, അന്നേരം അവർ ചിന്തിക്കും പഠിച്ചിരുന്നെങ്കിൽ എഴുതാമായിരുന്നു. ഓക്കെ, പക്ഷെ എക്സാമിന് മുന്നേ അല്ലേ ചിന്തിക്കേണ്ടത്? എക്സാമിന് കഴിഞ്ഞിട്ടാണോ ചിന്തിക്കേണ്ടത്? അല്ല. അപ്പോൾ അതാണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, കട്ട് വൺസ് കോട്ട് അക്കോർഡിംഗ് ടു വൺസ് ക്ലോത്ത്. ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത് തന്നെയാണ്. കട്ട്സ് വൺസ് കോട്ട് അക്കോർഡിംഗ് ടു വൺസ് ക്ലോത്ത്, അതായത് ടു ലീവ് വിത്തിൻ വൺസ് മീൻസ്, അതായത് എന്താണ്? ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ പറയത്തില്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. നമുക്ക് എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതാണ് കട്ട് വൺസ് കോട്ട് അക്കോർഡിംഗ് ടു വൺസ് ക്ലോത്ത്. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ജീവിതം ക്രമീകരിക്കണം. ടു ലീവ് വിത്തിൻ വൺസ് മീൻസ് എ വൈസ് മാൻ ഓൾവേസ് കട്ട് ഹിസ് കോട്ട് അക്കോർഡിംഗ് ടു ഹിസ് ക്ലോത്ത്, കട്ട് ഹിസ് കോട്ട് അക്കോർഡിംഗ് ടു ഹിസ് ക്ലോത്ത് ഇഫ് ഹി വാണ്ട്സ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. അതായത് ബുദ്ധിമാനായ ഒരു വ്യക്തി, മനുഷ്യൻ എന്താ ചെയ്യും? അയാൾക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അയാൾ ജീവിക്കും, എന്നാലേ അയാൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലിപ്പ് വൺസ് വിങ്സ്. ഇതും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ക്ലിപ്പ് വൺസ് വിങ്സ്, അതായത് ഒരു പക്ഷിക്ക് പറക്കാനുള്ള ചിറകുകളുണ്ട്, പക്ഷെ ആ ചിറകിൻ്റെ മേലൊരു ക്ലിപ്പ് എടുത്ത് വെച്ചാൽ എന്ത് പറ്റും? ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ എന്ത് പറ്റും? പറക്കാൻ പറ്റുമോ? ആക്ച്വലി അതിന് പറക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ക്ലിപ്പ് എടുത്ത് ആ വിങ്സിൻ്റെ മേളിൽ വെക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അതിന് പറക്കാനുള്ള ഒരു കഴിവുണ്ടായിട്ടും കഴിവവിടെ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതാണ് ക്ലിപ്പ് വൺസ് വിങ്സ് എന്ന് പറയുന്നത്. ടു ലിമിറ്റ് സം വൺസ് എബിലിറ്റി ടു ഡു ഓർ സേ തിങ്സ്, അതായത് ഒരാളുടെ കഴിവിനെ എന്ത് ചെയ്ത് വെക്കുക? അടിച്ചമർത്തി വെക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ക്ലിപ്പ് വൺസ് വിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, മൈ എൽഡർ സിസ്റ്റർ ഈസ് വെരി അംബീഷ്യസ്. എൻ്റെ എൽഡർ സിസ്റ്റർ വളരെ അംബീഷ്യസ് ആണ്, വളരെ എന്താണ് ഒത്തിരി ഡ്രീമൊക്കെ ഉള്ള കുട്ടിയാണ്. എന്നാൽ മൈ മദർ വിൽ ഷുവർലി, ഇവിടെ രണ്ടെല്ലുണ്ട്, വിൽ ഷുവർലി ക്ലിപ്പ് ഹെർ വിങ്സ്. പക്ഷേ അമ്മ എന്ത് ചെയ്യും? അവളുടെ സിസ്റ്റർ വളരെ അംബീഷ്യസ് ആണെങ്കിൽ പോലും അമ്മ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവളെ പറക്കാനായിട്ട് അനുവദിക്കത്തില്ല എന്നാണ് കേട്ടോ. അടുത്ത് നോക്കിക്കേ, ക്രൈ ഫോർ ദ മൂൺ. ക്രൈ ഫോർ ദ മൂൺ, ടു വിഷ് ഫോർ സംതിങ് ഇമ്പോസിബിൾ. ചന്ദ്രന് വേണ്ടിയിട്ട്, അമ്പിളി അമ്മാവിന് വേണ്ടിയിട്ട് കരയുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അമ്പിളി അമ്മാവിനെ പിടിച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ സെയിം സംഭവം തന്നെയാണ്. ഇമ്പോസിബിൾ ആയിട്ട് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ വിഷ് ചെയ്യുന്നത്, വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതാണ് ക്രൈ ഫോർ ദ മൂൺ എന്ന് പറയുന്നത്. ദ ഹോപ്പ് ഓഫ് വിന്നിങ് ആണ് ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വിന്നിങ് ദ ലോട്ടറി അമൗണ്ടിങ് ടു ലാക്സ് ഓഫ് റുപ്പീസ് ഈസ് സിംപ്ലി ക്രൈയിങ് ഫോർ ദ മൂൺ. അതായത് ഹോപ്പ് ഓഫ് വിന്നിങ് ദ ലോട്ടറി അമൗണ്ടിങ് ടു ലാക്സ് ഓഫ് റുപ്പീസ് ഈസ് സിംപ്ലി ക്രൈയിങ് ഫോർ ദ മൂൺ. ഇതിപ്പോൾ എല്ലാവർക്കും അല്ല കേട്ടോ, ചില ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ ഹോപ്പ് ഫോർ വിന്നിങ്. നമ്മളിപ്പോൾ ലോട്ടറി എടുത്തു, എന്നിട്ട് ലക്ഷങ്ങൾ അത് അടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷ് ചെയ്യാണ്. ചില ആൾക്കാർക്ക് അത് ക്രൈയിങ് ഫോർ ദ മൂൺ ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും അങ്ങനെ അല്ല കേട്ടോ. ലോട്ടറി അടിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കത് ക്രൈ ഫോർ ദ മൂൺ ആവണം എന്നില്ല. അവർക്ക് പോസിബിൾ ആണ്, എന്നാൽ എല്ലാവർക്കും അത് പോസിബിൾ ആകണം എന്നില്ല. പോസിബിൾ ആകാത്തവരുടെ കാര്യമാണ് ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ ഹോപ്പ് ഓഫ് വിന്നിങ് ദ ലോട്ടറി അമൗണ്ടിങ് ടു ലാക്സ് ഓഫ് റുപ്പീസ് ഈസ് സിംപ്ലി ക്രൈയിങ് ഫോർ ദ മൂൺ. താങ്ക് യു. നമ്മളിന്ന് 10 ഇഡിയംസ് ആണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ മൊത്തം 30 ഇഡിയംസ് ആയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ ദിവസവും 10 ഇഡിയംസ് വെച്ച് പഠിക്കൂ. ഇതിൻ്റെ നോട്ട്, PDF നോട്ട്
ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജു എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾ കാണുക. എക്സാമ്പിൾ അതിനകത്ത് ഉണ്ടാവതില്ല, എക്സ്പ്ലനേഷൻസും ഇല്ല, ജസ്റ്റ് എന്താണ് ഇഡിയംസും അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുള്ള ഒരു PDF നോട്ട് ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. ക്ലാസ് കണ്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിരുത്തി പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നിങ്ങൾ നോട്ട്സ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, PDF എടുത്ത് പ്രിൻ്റ് എടുത്ത് വെച്ചോളൂ, അല്ലെങ്കിൽ PDF നോക്കി നോട്ട്സ് എഴുതി സൂക്ഷിച്ചോളൂ, പക്ഷെ പഠിക്കുക. ഓക്കെ, ക്ലാസ് ഫോളോ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. 30 ഇഡിയംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 70 ഇഡിയംസും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ 100 ഇഡിയംസ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഒന്നുകൂടെ നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്താ പഠിച്ചത്, ബാഡ് മീൻസ് വർത്ത്ലെസ്, വിലയില്ലാത്തത്. സെക്കൻഡ് വൺ ബിഗ് ഡ്രോ മീൻസ് ഹ്യൂജ് അട്രാക്ഷൻ. ബേൺ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് മീൻസ് ടു സർവേ വിത്ത് ഡിഫിക്കൽറ്റി. അടുത്ത് ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് മീൻസ് വല്ലപ്പോഴും, ഇറഗുലർലി. ബ്ലോ ഹോട്ട് ആൻഡ് കോൾഡ് എന്ന് വെച്ചാൽ ടു സ്പീക്ക് ഇൻ ഫേവർ ആൻഡ് അഗൻസ്റ്റ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് കുറ്റവും നല്ലതും പറയുന്നത്. ബോൺ ഓഫ് കണ്ടൻഷൻ എന്താണ്, ബോൺ ഓഫ് കണ്ടൻഷൻ കോസ് ഓഫ് കോറൽ, അതായത് വഴക്കുണ്ടാകാനുള്ള കാരണം. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് മീൻസ് എന്താണ്, ചത്ത കുഞ്ഞിൻ്റെ ജാതകം എഴുതുക, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. കട്ട് വൺസ് കോട്ട് അക്കോർഡിംഗ് ടു ദ വൺസ് ക്ലോത്ത്, അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ, അത് ഓർത്ത് വെക്കുക. ക്ലിപ്പ് വൺസ് വിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പറക്കാൻ അനുവദിക്കാതെ എന്ത് ചെയ്യുക, നമ്മുടെ കഴിവുകളെ ലിമിറ്റ് ചെയ്ത് വെക്കുന്നത്. ക്രൈ ഫോർ ദ മൂൺ മീൻസ് അസാധ്യമായതിനെ പറ്റി ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സാം സ്ക്വയർ ബൈ സുധന്യ ജിജു കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. PDF നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.